അല്ല ഇപ്പം കല്യാണ വീഡിയോസൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഈ ഒരു കല്യാണ റിസപ്ഷൻ ഒരു നാടിനെ ആകെ മൊത്തത്തില് തീരെ ചെറുതല്ലാത്ത രീതിയില് കുറച്ച് നല്ലോണം ഇളക്കി മറിച്ചൊരു വലിയ സംഭവം തന്നെയേനു. പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങൾ ആകെ മൊത്തത്തില് സെറ്റ് ആയിട്ടുള്ളത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫുഡ് കേറ്ററിംഗ് കമ്പനി ആയിട്ടുള്ള നില കേറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇനി ഇവിടുത്തെ ഡെക്കോറും ലൈറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലിസ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂരിലൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഷവർമയും മുഴുവനായിട്ടുള്ള ആടിനെ കിടത്തിയിട്ടുള്ള മന്തിയും കടലക്കച്ചവടക്കാരൻ വരെയുള്ള ഒരു വലിയ വെഡിങ് റിസപ്ഷൻ. ഈ ഫംഗ്ഷൻ നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെമ്പേരി ടൗണിൽ പള്ളീനോട് ചേർന്നിട്ടുള്ള ആ വലിയ ഗ്രൗണ്ടിൽ. ഇതാരെയാണ് ഫംഗ്ഷൻ എന്നെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം വണ്ടി പാർക്ക് ചെയ്തത് ഈ പള്ളീൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് കാറിലുണ്ട് കേട്ടോ ഷട്ടിൽ സർവീസ് ആയിട്ട്. കറക്റ്റ് 5 മണി 5:05 ഞാൻ സ്പോട്ടിലെത്തിന്. ചെക്കനും പെണ്ണും എത്തിയത് ഏകദേശം ഒരു 6:15 6:30 ആ ഒരു ടൈം ആകുമ്പോൾ. ഇതാണ് ചെക്കൻ. ചെക്കൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്നതാണ് ചെക്കൻ്റെ പെണ്ണ്. അപ്പോൾ അവരെ എൻട്രി എല്ലാം നല്ല അതിമനോഹരമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ഈ പ്രൊഫഷണൽ ക്യാമറാമാൻമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ഐഫോണിൽ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവർ തട്ടി മാറ്റി കളി അങ്ങോട്ട് നിൽക്കുന്നെല്ലാം പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും നല്ല എൻട്രീൻ്റെ വീഡിയോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പാരൻസിൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് അവരെല്ലാം ഡാൻസ് കളിച്ചുകൊണ്ട് വേണം സ്റ്റേജിലേക്ക് വരാമെന്ന് ആങ്കർ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തുള്ളി 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 വരുന്നത് കേട്ടോ. ഇനി ഇതാരെ വെഡ്ഡിങ് റിസപ്ഷൻ ആണെന്നുള്ള കാര്യം കൂടെ ഞാൻ വെച്ച് നീട്ടാണ്ട് ഇപ്പം തന്നെ പറഞ്ഞുതരാം. കേരളത്തിൽ തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുള്ള സൂര്യ സിൽക്സിലെ സൂര്യ സിൽക്സിൻ്റെ ഓണറുടെ മകൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണിത്. പല പല കൗണ്ടേഴ്സിലായിട്ട് ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. നൂൽ പൊറോട്ടയുണ്ട്, സാധാരണ പൊറോട്ടയുണ്ട്, നെയ്പ്പത്തലുണ്ട്, ചിക്കൻ കറിയുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ഉണ്ട്, സ്റ്റഫ്ഡ് പൊറാത്തയുണ്ട്, നല്ല ചൂട് മീൻ കറിയുണ്ട്, നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ട്, ബട്ടർ നാനുണ്ട്, സാധാരണ നാനുണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, 5-6 വെറൈറ്റി ചിക്കൻ കബാബ് ഉണ്ട്, ലൈവായിട്ട് അപ്പം ചുട്ടെടുക്കുന്ന തേങ്ങയപ്പം ഉണ്ട്. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഏകദേശം 4000 4500 ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി ആയിരുന്നു. ചിലപ്പോൾ ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വെഡ്ഡിങ് റിസപ്ഷൻ തന്നെ ആയിരിക്കും ഇത്. ഇതാണ് മുസ്തഫിക്ക. മൂപ്പരാണ് നിള കേറ്ററിംഗ് സർവീസിന്റെ ഓണർ. അപ്പം അങ്ങനെ തിരക്ക് കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ കയ്യോടെ ലേറ്റ് ആക്കാണ്ട് ഒരു പ്ലേറ്റുമായിട്ട് രംഗത്തിറങ്ങി. ഫസ്റ്റ് റൗണ്ടിൽ എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈൻ്റെ കാലെടുത്തിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, നെയ്പ്പത്തലുണ്ട്, ചിക്കൻ്റെ ഗ്രേവി ഉണ്ട്, മട്ടൻ്റെ ഗ്രേവിയെല്ലാം ഉണ്ട്. ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുറച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ എനക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ ബിരിയാണി കഴിക്കുന്ന അതേ രീതിയിൽ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിച്ച് നോക്കിയ ശേഷം ഹൈദരാബാദി ബിരിയാണി കഴിച്ച് നോക്കിയ ശേഷം പിന്നെ കഴിച്ചത് ഈ നെയ്പ്പത്തലാണ്. നെയ്പ്പത്തൽ അത്ര ചൂടുണ്ടായിട്ടില്ല. അപ്പോൾ നെയ്പ്പത്തൽ ആദ്യം ആ മട്ടൺ സ്റ്റൂവിൽ മുക്കിയിട്ട് കഴിച്ചേ. അതിന് ശേഷം ചിക്കൻ കറിയിൽ മുക്കിയിട്ടും കഴിച്ചു. നല്ല അടിപൊളി മട്ടൺ സ്റ്റൂവിനും ചിക്കൻ കറിയും കുഴപ്പമില്ല. പിന്നെ ഈ കോക്കനട്ട് അപ്പം അഥവാ ഈ തേങ്ങാപ്പത്തിലോട്ട് കൈവച്ചേ. തേങ്ങാപ്പം നല്ല പൊരിച്ച് ഈ കോഴിൻ്റെ കാലും കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മോ, കോഴി പൊരിച്ച് ഒരു രക്ഷയില്ലേ. പിന്നെ തേങ്ങാപ്പത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. മുർത്തവക്കലുണ്ട് കേട്ടോടാ. ഇത് നേരത്തെ ഞാൻ കണ്ടിട്ടില്ലേനു. ഇങ്ങനെയല്ലേ ഓരോ ഐറ്റംസ് മിസ്സായി പോവല്ലേ. അപ്പം അങ്ങനെ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് വീക്ഷിക്കാൻ ഇറങ്ങി. എന്തെല്ലാണ് എവിടെയെല്ലാണ് വെച്ചിരുന്നെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് കേട്ടോ ശരിക്കും ഞാൻ ഈ ഒരു കൗണ്ടറിൽ ശ്രദ്ധിച്ചത്. ഇവിടെ കുറേ നാടൻ ഐറ്റംസ് ഉണ്ട്. ബീഫുണ്ട്, പാൽക്കപ്പയുണ്ട്, പിന്നെ പിടിയും കോഴി എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഉണ്ട്, നാടൻ ചിക്കൻ കറീനെ കണ്ടിന്. പിന്നെ കപ്പ തന്നെ 2-3 സ്റ്റൈലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പുഴുക്കായിട്ടും സാധാരണ കപ്പയായിട്ടെല്ലാം. പിന്നെ മീൻകറിയുണ്ട്, പുളിങ്കറിയുണ്ട്, സാമ്പാറുണ്ട്, ചോറുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ആ മലയോര കൗണ്ടറിൽ. മലയോര കൗണ്ടറിൻ്റെ ഏകദേശം സൈഡിലായിട്ടാണ് ഈ സൂപ്പിൻ്റെ ഒരു കൗണ്ടർ. ഇത് ഞാൻ നേരത്തെ ആ തിരക്കിനിടയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് ചാട്ടിനായിട്ടുള്ളൊരു സെപ്പറേറ്റ് കൗണ്ടറാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കൗണ്ടറാണ് കേട്ടോ ഇത്. കാണാൻ കുറച്ച് അടിപൊളിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പാപ്പടി ചാട്ടും കഴിച്ചിന്. പിന്നെ ഒരു 5 പാനിപൂരിയും കഴിച്ചിന്. അപ്പോൾ അങ്ങനെ പാനിപൂരിയെല്ലാം കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്പർ 1 കാര്യമെല്ലാം സാധിച്ച ശേഷം മെല്ലെ ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്നു കേട്ടോ. ഇത് എൻ്റെ റൗണ്ട് നമ്പർ 2 ആണ്. അടുത്ത പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മീൻ പൊരിച്ചയുണ്ട്, ചെമ്മീനുണ്ട്, 2 ടൈപ്പ് ചിക്കൻ കബാബുണ്ട്, പിന്നെ റൊട്ടിയുണ്ട്, ദോശയും ചട്നിയും ഉണ്ട്, പിന്നെയും തേങ്ങാപ്പം ഒന്നും കൂടി എടുത്തിന്. അങ്ങനെ ഇതെല്ലാം നിറച്ചിട്ടുള്ള പ്ലേറ്റുമായിട്ട് ഞാൻ വീണ്ടും ഒരു സൈഡിലാണ് പോയി ഇരുന്നിട്ട് മെല്ലെ കഴിക്കാൻ തുടങ്ങിയത്. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാനെടുത്ത ചിക്കൻ കബാബിന് അങ്ങനെ ഭയങ്കര ചൂടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫ്ലേവർ സെറ്റായിരുന്നു കേട്ടോ. ശരിക്കും ആ ഫ്ലേവർ ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മീൻ പൊരിച്ചതിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല ഫ്രഷ് അയക്കൂറേനും അതിൻ്റെ ഫ്ലേവറും അടിപൊളിയായിരുന്നു. ഇത്രയും ഫ്രഷ് അയക്കൂറയായിട്ടു എത്രയാ പീസ് വിളമ്പിയെന്ന് അറിയിടുന്നത്. ഇങ്ങനെ നടക്കുന്ന നടത്തത്തിനിടയിൽ നമ്മൾ ചിലപ്പം പരിപ്പുവടയിൽ എടുത്ത് തിന്നൂലേ,
അതേപോലെ ഇടുന്ന് വേണമെങ്കിൽ അയക്കൂറ എടുത്ത് തിന്നാട്ടോ. അത്ര അധികം ഉണ്ടായിരുന്നു. എൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതിങ്ങനെ എല്ലാ ഐറ്റംസും കുറേ കാണുമ്പോൾ തിന്നാനും കഴിയുന്നില്ല. പക്ഷേ ഞാൻ പരമാവധി നോക്കീന്. പറ്റുന്ന പോലെല്ലാം ഞാനിരുന്ന് കഴിച്ചിന്. ഈ ഹരിയാലി കബാബും പിന്നെ സാധാരണ ചിക്കൻ ടിക്കയിൽ എന്തായാലും ഒരു 10, 12 പീസ് ഞാൻ ഇവിടുന്ന് കഴിച്ചിന്. പിന്നെ ചെമ്മീൻ എന്തായാലും ഒരു 25, 28 പീസ് കഴിക്കുന്നവരെ ഞാൻ എണ്ണീന്. അതിന് ശേഷം എന്തായാലും ഒരു 8, 9, 10 പീസോളം കഴിച്ചിട്ടുണ്ടാവണം. ഇനി നെക്സ്റ്റ് പ്ലേറ്റുമായിട്ട് ഇറങ്ങാനായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മധുരം കഴിക്കണം, എന്നാലേ സെറ്റാവും. അതിനങ്ങട് ആ ഡെസേർട്ട് കൗണ്ടറിൽ ഭയങ്കര തിരക്കുവാ. നേരെ ഒരു ചെറിയ ബൗളുമായിട്ട് ഈ ഗുജറാത്തി കാൽ തള കെട്ടിയ മലയാളി പെമ്പിള്ളേരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് 3 സാധനം ഉണ്ടായിരുന്നത്. ഒന്ന് ഷാഹി ടുക്കുടിയാണ്, ഒന്ന് സാഫ്രൺ കീറാണ്, പിന്നെ ഒന്ന് ടെൻഡർ കോക്കനട്ട് പായസം. അതിൽ ടെൻഡർ കോക്കനട്ട് പായസം ഞാൻ ആദ്യം കുടിച്ചത്. ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടാ. ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ സാഫ്രൺ കീറും കുടിച്ചിന്, അതും കുഴപ്പമില്ല. പക്ഷേ ഇളനീർ പായസം ആയിരുന്നു കേട്ടാ, വേറെ ലെവലായിട്ടും. പിന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വിശ്രമിച്ച ശേഷം അടുത്ത പ്ലേറ്റുമായിട്ട് ഞാൻ അടുത്ത റൗണ്ടിന് ഇറങ്ങി. ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് മട്ടൻ ബിരിയാണി ഉണ്ട്, 3 ടൈപ്പ് ചിക്കൻ കബാബ് ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ഥിരം രീതി ഉണ്ടല്ലോ, നമ്മളെ റൈസ് മാത്രം കുഴച്ച് കഴിക്കുന്ന രീതി, അങ്ങനെ കഴിച്ച് നോക്കി. അതിന് ശേഷം ചെറിയൊരു കഷ്ണം മട്ടൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കഴിച്ചേ. എന്നിട്ട് പിന്നെ ഈ ചിക്കൻ ഫ്രൈ ഇല്ലേ, ചിക്കൻ ഫ്രൈ എന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. ചിക്കൻ ഫ്രൈ ഇത് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചൂടുണ്ടായിട്ടില്ല. പക്ഷേ ഫ്ലേവർ ശരിക്കും ചിക്കൻ്റെ അങ്ങ് ഉള്ളിലോട്ട് വരെ എത്തുകയും ചെയ്തിന്. ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആവുകയും ചെയ്തിന്. 4ാമത്തെ റൗണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമ്മളെ മലയോര കൗണ്ടറിൽ നിന്നാ ഈ കാണുന്ന ഐറ്റംസ് മാത്രം. ഇതും കഴിച്ച് കുറച്ച് നേരം ആടി ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ലൈം ടീ കുടിച്ചിട്ട് നേരെ വിട്ടു ഡെസേർട്ട് കൗണ്ടറിലേക്ക്. ഡെസേർട്ട് സെക്ഷനിലും കണ്ടവാൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പേസ്ട്രീസും മൂസും പുഡിങ്ങെല്ലാം ആയിട്ട്. ഞാനാണെങ്കിൽ ഷുഗർ ഡയറ്റിലും ആയിപ്പോയല്ലോ. എല്ലാം കുറേ കഴിച്ചാലല്ലേ നമ്മുടെ ബോഡിക്ക് പ്രശ്നമുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിലെല്ലാം പറയുന്നത്. കുറച്ച് കുറച്ച് കഴിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? എല്ലാം കുറച്ച് കുറച്ച് നമ്മുടെ ബോഡിക്ക് വേണമെന്നല്ലേ പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടുന്നെല്ലാം ലേശായിട്ട് കുറച്ച് കുറച്ച് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ ആ ക്യൂലും പോയി നിന്നിട്ട് ഒരു ചെറിയ വർഷം കുനാഫയും ക്യാരറ്റ് അലുവയും കഴിച്ചിട്ട് കസാട്ട കഴിച്ചിട്ട് ഈ സാധനം കഴിച്ചേ. അതിന് ശേഷം മധുരം അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഷുഗർ സിറപ്പിലിടാത്ത ഈ ലുക്കേമത്ത് കുറച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഷുഗർ സിറപ്പിലിടാത്ത ചക്ക ഫ്രൈയും കഴിച്ചു. അധികം മധുരം കഴിക്കൂലാന്ന് നമ്മൾ വലിയ കാര്യം പോലെ പറഞ്ഞ് നടക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മൾ പോകുന്ന പോക്കിലങ്ങ് ചത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആരാ കഴിക്കുക അല്ലേ? അതുകൊണ്ട് ലേശം മധുരം ഞാൻ ഇവിടുന്ന് കഴിച്ചിന്. കുറച്ച് പേസ്ട്രീസും പിന്നെ അവസാനം ഷാഹിയിട്ട് കൂടെ എല്ലാം കുടിച്ചിന്, അല്ല കഴിച്ചിന്. മധുരം കഴിച്ചത് ലേശം ഓവറായി പോയെന്ന് തോന്നും കേട്ടോ. ആകെ മത്തായിന്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഡി ജെ എല്ലാം കണ്ട് ഡാൻസും ഇവരെ ഫാമിലി ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് നേരം ഇങ്ങനെ ഓൾ ദി വേർഡ്സ് ലൈക്ക് എ ടിംഗ്ലിംഗ് സ്റ്റാർ എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നേരം കണ്ടാടിയിരുന്നു കേട്ടോ. ഇത് ചെക്കനും പെണ്ണും ചെക്കൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അവസാനം ഫുഡ് കഴിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് കേട്ടോ. അപ്പം പിന്നെ വേറെന്നാ, വേറെ ഒന്നുമില്ലപ്പോൾ. വേറെ എന്തെന്ന് പറയാനാ. പിന്നെ ചെക്കനും പെണ്ണിനും എൻ്റെ വിവാഹ മംഗളാശംസകൾ നേരുന്നേ. അപ്പോൾ ഒരുപാട് നന്ദി ബ്ലിസ് ഇവൻറ്റ്സിനും നിള കേറ്ററിംഗ് സർവീസിനും എന്നെ ഇതുപോലത്തെ ഒരു വലിയ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്, അപ്പോൾ ശരിയേ.